ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പല സാധനങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ചെറുപയർ എന്ന് പറയുന്നത്. പല ആളുകളും ചെറുപയർ കഴിക്കുന്നത് പല രീതിയിലാണ്. ചില ആളുകൾ കറി വെച്ച് കഴിക്കുന്നുണ്ട്, ചില ആളുകൾ ഉപ്പേരി വെച്ച് കഴിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ചെറുപയർ മുളപ്പിച്ചിട്ടും കഴിക്കാറുണ്ട്. പലരും പറയുന്നത് കേൾക്കാം, ചെറുപയർ മുളപ്പിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത്, ഒരുപാട് ശരീരത്തിന് ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നല്ല. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ചെറുപയർ മുളപ്പിച്ച് കഴിച്ചാൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണമുണ്ടോ, അതുപോലെ തന്നെ ചെറുപയർ കഴിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ള കാര്യങ്ങളാണ്. ചെറുപയർ മുളപ്പിച്ച് കഴിക്കുമ്പോഴും അല്ലാതെ കഴിക്കുമ്പോഴും ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ വ്യത്യസ്തമാണ്. അതായത് ചെറുപയർ കറി വെച്ച് കഴിക്കുമ്പോഴുള്ള ഗുണമല്ല ചെറുപയർ മുളപ്പിച്ച് കഴിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ആദ്യം നമുക്ക് ചെറുപയർ കഴിച്ചാലുണ്ടാകുന്ന അല്ലെങ്കിൽ ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണ് നോക്കാം. ചെറുപയർ എന്നത് നല്ല രീതിയിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു ധാന്യമാണ്. ഏകദേശം 100 ഗ്രാം ചെറുപയർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏകദേശം 18 മുതൽ 24 ഗ്രാം വരെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ, ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ചെറുപയറിൽ നല്ല രീതിയിൽ മിനറൽസും അതുപോലെ തന്നെ ഫൈബറും അടങ്ങിയിട്ടുണ്ട്. ഏകദേശം 30% ഫൈബർ ചെറുപയറിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പൊട്ടാസ്യം, മാഗ്നീഷ്യം, സിങ്ക്, സെലീനിയം പോലുള്ള മിനറൽസും ഇതിൽ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ ബി കോംപ്ലക്സും ഇതിൽ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, നമുക്കെല്ലാവർക്കും വായ്പുണ്ണൊക്കെ വരാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ബി കോംപ്ലക്സ് ശരീരത്തിൽ കുറയുന്നതാണ്. അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ശരീരത്തിന് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ്. ചെറുപയറിൽ നല്ല രീതിയിൽ അയണും അടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചോറിൻ്റെ കൂടെ കറിയായിട്ടുണ്ടാകുന്നത് ചെറുപയറായിരുന്നു. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അടങ്ങിയിട്ടുള്ള പോഷകങ്ങൾ കൊണ്ട് തന്നെയാണ്. ഇതിൽ നല്ല രീതിയിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഇത് കഴിക്കുന്ന സമയത്ത് എനർജറ്റിക് ആയിട്ടിരിക്കാൻ ഇത് സഹായിക്കും. വെയിറ്റ് ലോസ് ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു നല്ല ഭക്ഷണമാണ് ചെറുപയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ചെറുപയർ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളായ LDL കുറയ്ക്കാൻ ചെറുപയർ കഴിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നു. ചെറുപയറിൽ നല്ല രീതിയിൽ മാഗ്നീഷ്യവും അതുപോലെ തന്നെ പൊട്ടാസ്യവും ഉള്ളത് കൊണ്ട് തന്നെ BP നിയന്ത്രിക്കാനും ചെറുപയർ കഴിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നു. പനി പോലുള്ള അസുഖങ്ങൾ വരുന്ന സമയത്ത് ചെറുപയർ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഡാമേജ് ആയിട്ടുള്ള സെല്ലുകൾ റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയ സെൽസ് ക്രിയേറ്റ് ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. നമുക്കറിയാം, ചെറിയ കുട്ടികൾക്ക് പനി വരുന്ന സമയത്തെല്ലാം നമ്മൾ കൊടുക്കുന്ന ഒരു ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞിയും പയറുമാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഇനി നമുക്ക് മുളപ്പിച്ച പയർ കഴിച്ചാലുള്ള ഗുണങ്ങളിലേക്ക് വരാം. ഒരുപാട് ആളുകൾ കൂടുതൽ ഗുണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പയർ മുളപ്പിച്ച് കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ ജിമ്മിലൊക്കെ പോകുന്ന ആളുകൾ വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം മുളപ്പിച്ച പയർ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ ഗുണം എന്ന് നോക്കാം. അതിലേക്ക് വരുന്നതിന് മുൻപ് നമുക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടാം. എൻ്റെ കയ്യിലുള്ളത് യോനെക്സ് ബ്രാൻഡിൻ്റെ ഹൈഡ്രോഫോഴ്സ് 2 ബാഡ്മിൻ്റൺ ഷൂ ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സോൾ തന്നെയാണ്. ഇതിൻ്റെ സോൾ വളരെ സോഫ്റ്റാണ്. അതുപോലെ തന്നെ ട്രൂ കുഷൻ എഫക്റ്റ് തരുന്നുണ്ട്. നമ്മൾ ജമ്പ് ചെയ്യുന്ന സമയത്തെല്ലാം ലാൻഡ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു കുഷൻ എഫക്റ്റ് ഈ ഒരു ഷൂ തരുന്നുണ്ട്. അതിന് പറ്റിയിട്ടുള്ളൊരു സോൾ തന്നെയാണ്. അതുപോലെ തന്നെ ഇത് പല കളറിൽ അവൈലബിൾ ആണ്. ഞാൻ വാങ്ങിയിട്ടുള്ളത് റെഡ് കളറാണ്. ഇതിൻ്റെ യെല്ലോ കളറുണ്ട്, അതുപോലെ വൈറ്റ് കളറുണ്ട്. അങ്ങനെ ഒരുപാട് കളറിൽ ഈ ഒരു ഷൂ അവൈലബിൾ ആണ്. അതുപോലെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഒരു ഷേപ്പാണ്. ഇതിൻ്റെ ടോയുടെ ഷേപ്പ് കണ്ടോ, ഇത് വളരെ കംഫർട്ടാണ്. നമ്മുടെ കാലിൻ്റെ ടോ ഭാഗത്തേക്ക് നമുക്കറിയാം കുറച്ചൊരു വിഡ്ത്ത് കൂടുതലുണ്ടാകും. അതിനനുസരിച്ചാണ് ഇതിൻ്റെ ഒരു ടോ ഷേപ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് വളരെ വെയ്റ്റ്ലെസ് ആണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇൻഡോറിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഷൂ തന്നെയാണ് യോനെക്സിൻ്റെ ഈ ഹൈഡ്രോഫോഴ്സ് 2 എന്ന് പറയുന്ന ഷൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടെന്നീസ് കളിക്കുന്ന സമയത്ത്, ബാസ്കറ്റ്ബോൾ കളിക്കുന്ന സമയത്തെല്ലാം ഈ ഒരു ഷൂ യൂസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ആമസോണിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡയറക്റ്റായിട്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. ശരിക്കും ചെറുപയർ മുളപ്പിച്ച് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണം ലഭിക്കുന്നുണ്ടോ? എന്താണ് സംഭവിക്കുന്നത്? ചെറുപയർ മുളപ്പിച്ച് കഴിക്കുമ്പോൾ സംഭവിക്കുന്നത് അതിലുള്ള പ്രോട്ടീനും അതുപോലെ തന്നെ മിനറൽസും കുറയുകയാണ് സംഭവിക്കുന്നത്. ചെറുപയർ മുളയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അതിലെ പ്രോട്ടീൻ അബ്സോർബ് ചെയ്തുകൊണ്ടാണ് അത് മുളയ്ക്കുന്നത്. ചെറുപയർ മുളപ്പിച്ച് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം ലഭിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂടുന്നുണ്ട്. നമ്മൾ ചെറുപയർ മുളപ്പിച്ച് കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് കൂടുന്നുണ്ട്. ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ചെറുപയർ മുളപ്പിച്ച് കഴിക്കുന്നതിലൂടെ മാഗ്നീഷ്യം, പൊട്ടാസ്യം, സെലീനിയം പോലുള്ള മിനറൽസ് കുറച്ച് നഷ്ടപ്പെടുന്നുണ്ട്. ജിമ്മിലൊക്കെ പോകുന്ന ആളുകൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ചെറുപയർ മുളപ്പിച്ച് കഴിക്കുന്നതിന് പകരം അല്ലാതെ കഴിക്കുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ ഒരു സാധാരണ ആളുകളെ സംബന്ധിച്ച് ഒരു നേരം ചെറുപയർ മുളപ്പിച്ചും കഴിക്കുക, മറ്റൊരു നേരം ചെറുപയർ അല്ലാതെയും കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം മുളപ്പിച്ച് കഴിക്കുമ്പോൾ നമുക്ക് നല്ല ഗുണം ലഭിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് ചെറുപയർ മുളപ്പിച്ച് കഴിക്കുമ്പോഴുള്ള ഗുണങ്ങൾ, അതുപോലെ തന്നെ ചെറുപയർ മുളപ്പിച്ച് കഴിക്കുന്നതാണോ അല്ലാതെ കഴിക്കുന്നതാണോ ശരീരത്തിന് നല്ലത് എന്നുള്ളതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും, മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല ഇൻഫർമേഷനുമായി നമുക്ക് വീണ്ടും കാണാം. ഇസ്മി ബിബിൻ സൈനിങ് ഓഫ്.